ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഫർസാൻ്റെ റിസപ്ഷന് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ആച്ചുവിനെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അവളെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ അവിടെ ഓഡിറ്റോറിയത്തിലെത്തി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ നല്ല ലേറ്റായെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മൾ കറക്റ്റ് സമയം അല്ല, അത്യാവശ്യം എത്തിയ സമയത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എത്തിയൊന്ന് നടന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മിസ്സുവിനെ കാണാതായി. അങ്ങനെ പോയി നോക്കുമ്പോഴാണ് ക്യൂട്ട്നെസ് വിതറുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. എന്നിട്ട് പിന്നെ നോക്കുമ്പോഴാണ് നമ്മുടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും നല്ല കിഡിലോസ്കി ഡാൻസ് ഒക്കെ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു. രണ്ടുപേരും നല്ല സൂപ്പറായിട്ട് കളിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല നൈസ് ഒരു ബിരിയാണിയൊക്കെ ആയിരുന്നു നമ്മൾ കഴിച്ചത്. ബിരിയാണി കിട്ടി, പക്ഷെ നമുക്ക് ഐസ്ക്രീം കിട്ടിയില്ല. കഴിച്ച് നമ്മൾ ലേറ്റായിപ്പോയി. അങ്ങനെ ബിരിയാണി പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് ആല് കൈ കഴുകിയില്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുന്നുള്ളത്. അത് ചോറിൽ കൈ കുത്തിയ ശേഷമാണ് അവൾ കൈ കഴുകിയില്ല എന്ന് അവൾക്ക് മനസ്സിലായത്. അങ്ങനെ പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം അവിടെയൊക്കെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി. നേരത്തെ കൈ കഴുകാത്തതിൻ്റെ വിഷമം ഇപ്പോൾ അവൾ കൈ കഴുകി തീർക്കുന്നുണ്ട്. നല്ലോണം കൈ കഴുകുന്നുണ്ടായിരുന്നു. കുറേ സമയം എടുത്തിട്ടാണ് ആലു കൈ കഴുകി കഴിഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ഫോട്ടോ എടുക്കാൻ പോയി. അങ്ങനെ ഫോട്ടോ എടുത്ത് ചെക്കനോടും പെണ്ണിനോടൊക്കെ കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഇങ്ങനൊരു വെറൈറ്റി കോസ്റ്റ്യൂമിൽ ഒരാളെ കണ്ടത്. പിന്നെ നമ്മളൊരു കസിനെ കണ്ട് അങ്ങനെ അവിടെ നിന്ന് അവരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ആച്ചുവിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് ഞാനും ഉമ്മയും കൂടിയാണ് പോയത്. അതിനുശേഷം പിന്നെ നമ്മൾ പോയിട്ട് ഒരു വോഫൽസൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആസ് യൂഷ്വൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ വോഫൽസൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ പോയത് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു സർബത്ത് കുടിക്കാനാണ്. അങ്ങനെ പോയിട്ട് ആ സർബത്തും കുടിച്ചത് നമ്മുടെ സ്ഥിരം സ്പോട്ടാണ്, എപ്പോഴും വരും. ഇവർ രാവിലെ 4 മണി വരെയൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷോപ്പാണിത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഉമ്മയും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്രേ ഉള്ളൂ. ബൈ.